30 കോടിയുടെ ഒന്നാം സമ്മാനമുള്ള ഓണം ബമ്പർ വിൽപ്പന ഇത്തവണ പുതിയ റെക്കോർഡ് നേടാനാണ് സാധ്യത. ആദ്യഘട്ടത്തിൽ വിൽപ്പനയ്ക്കായി ലഭ്യമാക്കിയ 20 ലക്ഷം ടിക്കറ്റുകളും വിറ്റഴിച്ചതായാണ് അനൌദ്യോഗിക കണക്കുകൾ. വിൽപ്പന ആരംഭിച്ച ആദ്യ ദിനത്തിൽ മാത്രം 8,72,540 ടിക്കറ്റുകളാണ് സംസ്ഥാനത്ത് വിറ്റഴിഞ്ഞത്. കഴിഞ്ഞ വർഷം ആദ്യ ദിനത്തിൽ 3,17,850 ടിക്കറ്റുകൾ മാത്രമാണ് വിറ്റഴിഞ്ഞത്. ഇതുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇത്തവണ ആദ്യ ദിനത്തിൽ തന്നെ 5,54,690 ടിക്കറ്റുകളുടെ വർധനവാണ് രേഖപ്പെടുത്തിയത്. ജനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന മികച്ച സ്വീകരണവും വിശ്വാസവുമാണ് ഈ നേട്ടത്തിന് പിന്നിലെ പ്രധാന കാരണമെന്ന് ഭാഗ്യക്കുറി വകുപ്പ് ഡയറക്ടർ വ്യക്തമാക്കിയിട്ടുണ്ട്. സംസ്ഥാനത്തുടനീളമുള്ള അംഗീകൃത ഭാഗ്യക്കുറി ഏജന്റുമാരും വിൽപ്പനക്കാരും നടത്തുന്ന സജീവ പ്രവർത്തനങ്ങളും വിൽപ്പന വർദ്ധിക്കാൻ സഹായകമായതായാണ് വകുപ്പിന്റെ വിലയിരുത്തൽ. വരും ദിവസങ്ങളിൽ തിരുവോണം ബമ്പർ ടിക്കറ്റുകൾക്കുള്ള ആവശ്യകത കൂടുതൽ വർദ്ധിക്കുമെന്ന പ്രതീക്ഷയിലാണ് വകുപ്പ്. പൊതുജനങ്ങൾ അംഗീകൃത ഭാഗ്യക്കുറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ മാത്രം ടിക്കറ്റുകൾ വാങ്ങണമെന്നും ടിക്കറ്റിന്റെ സുരക്ഷാ സവിശേഷതകളും QR കോഡും പരിശോധിച്ച് ഉറപ്പുവരുത്തണമെന്നും ഡയറക്ടർ അറിയിച്ചിട്ടുണ്ട്. 500 രൂപയാണ് ടിക്കറ്റ് വില. സെപ്റ്റംബർ 26-നാണ് നറുക്കെടുപ്പ്. ഇക്കുറി തിരുവോണം ബമ്പറിന്റെ സമ്മാനത്തുക 5 കോടി വർദ്ധിപ്പിച്ച് 30 കോടിയിലെത്തിയ സന്തോഷവുമുണ്ട് ഭാഗ്യാന്വേഷികൾക്ക്. ഭാഗ്യക്കുറി വകുപ്പിന്റെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന തുകയായ 30 കോടി ഒന്നാം സമ്മാനം വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് ഈ വർഷത്തെ തിരുവോണം ബമ്പർ ഭാഗ്യക്കുറി വിപണിയിലേക്ക് എത്തിയത്. സമ്മാന ഘടനയിലും അടിമുടി മാറ്റം വരുത്തിയാണ് ഓണം ബമ്പർ വിപണിയിലെത്തിയത്. 1 കോടി വീതം 20 പേർക്കാണ് രണ്ടാം സമ്മാനമായി നൽകുന്നത്. മൂന്നാം സമ്മാനം 25 ലക്ഷം വീതം 20 പേർക്കും, നാലാം സമ്മാനം 5 ലക്ഷം വീതം 10 പേർക്കും, അഞ്ചാം സമ്മാനം 2 ലക്ഷം വീതം 10 പേർക്കും, 5,000 മുതൽ 500 രൂപ വരെയുള്ള ലക്ഷക്കണക്കിന് സമ്മാനങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒന്നാം സമ്മാനാർഹമാകുന്ന ടിക്കറ്റ് വിൽപ്പന നടത്തുന്ന ഏജന്റിന് 3 കോടി രൂപ ഏജൻസി സമ്മാനമായും നൽകുന്നുണ്ട്. സി മലയാളം ന്യൂസ്, തിരുവനന്തപുരം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.